അല്ല ബ്രേക്ക് ഇൻസ്ട്രക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവര് തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം? വത്സ ആ കടലാസം കൊണ്ടെടുത്തോ, ബ്രേക്ക് ഇൻസ്ട്രക്ടർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്തോ ഓർത്തിരിക്കുന്നു? വേൻ ചെല്ലു, മൂപ്പർക്ക് ചൂടാവേണ്ടി. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ. ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പോ ഒരു റെസ്പെക്ട് ഉണ്ടാവൂല്ലേ? പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. മുരളീധരൻ, വെരി ഗ്ലാഡ് ടു മീറ്റ്. ഇവിടെ RC യും CL യും DL ഒക്കെ. മുരളീധരൻ. എത്രയാ ടൈം? ടൈം ഈസ് 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ? ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65 കുറയാതെ ഉണ്ട്. ചിലപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയോ? ഐ ആം ഗൾഫ് മോട്ടോഴ്സ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് കേൾക്കണ്ട. രൂപ. ടയറൊന്നും റീസോൾവ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, അതെ സാർ. തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ച് വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താണെന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. It is an insult to all government officials. It is an insult to my department. My dear man, I am not going to leave you. Sir, ഞാൻ conductor. Sir. This vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? Sir. ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം പറ്റിപ്പോയതാ. I don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റു ചാർജുകൾ എഴുതി തരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്കുകെട്ട് വിടാൻ ഞാൻ. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ.